സുപ്രധാനമായിട്ടുള്ള സംഭവവികാസങ്ങളിലൂടെ തന്നെയാണ് മധ്യപൂർവേഷ്യ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒടുവിൽ മധ്യപൂർവേഷ്യയിൽ, ഗാസയിൽ, മിഡിൽ ഈസ്റ്റിൽ സമാധാനം സംജാതമാകാൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ 2 വർഷക്കാലം അവിടെ നീണ്ടു നിന്ന സംഘർഷത്തിൽ ആരാണ് വിജയിച്ചത് എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. മാത്രമല്ല 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ ഈ പറയുന്ന ഹമാസ് മാനസന്മാർ അല്ലെങ്കിൽ സോക്കോൾഡ് ഹമാസ് ഫാൻസ് വലിയ രീതിയിലുള്ള ഒരു വിജയ ആരവം മുഴക്കി. പിന്നീട് ഇസ്രായേൽ കയറി അങ്ങോട്ട് ആക്രമിച്ചപ്പോൾ, ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചപ്പോൾ അവർ ഇരവാദം മുഴക്കി. ഇപ്പോൾ ഈ ഒരു പീസ് ഡീല് പ്രാവർത്തികമാകാൻ പോകുമ്പോൾ അവർ ഈ പറയുന്നത് പോലെ വീരവാദം മുഴക്കുന്നു. യഥാർത്ഥത്തിൽ ഇക്കൂട്ടരുടെ ഒരു അജണ്ട എന്താണ്? ഈ പ്രത്യേക മാനസികാവസ്ഥയ്ക്ക് പിന്നിലെ ചേതോവികാരം എന്തൊക്കെയാണ്? മാത്രമല്ല ആത്യന്തികമായിട്ടുള്ള വിജയം ആരാണ് നേടിയത്? ഇസ്രായേൽ കൈവരിച്ച നേട്ടങ്ങൾ എന്തൊക്കെ? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ ജോൺ. മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുലരണം എന്നാഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭകരമായിട്ടുള്ള സൂചനകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ കാലങ്ങൾക്ക് ശേഷം, കുറേ നാളുകൾക്ക് ശേഷം മധ്യ പൂർവേഷ്യയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു, ഗാസയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു പീസ് ഡീല് എനിക്കൊന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു എക്കാലത്തെയും ഒരു ആഗ്രഹമായിരുന്നു. അവിടെ ഒരു സമാധാന സംജാതമാകണം, അല്ലെങ്കിൽ പീസ് പ്രസിഡന്റ് എന്ന ഒരു ടൈറ്റിലൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ അദ്ദേഹത്തിന് മിഡിൽ ഈസ്റ്റ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു നിർണായകമായിട്ടുള്ള പങ്കുണ്ട് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പീസ് ഡീൽ. നമ്മൾ ആത്യന്തികമായിട്ട് ചിന്തിക്കേണ്ടത് ഇതിൽ ആര് വിജയം വരിച്ചു എന്നതാണ്. ഈ ഒരു പീസ് ഡീലുമായി ബന്ധപ്പെട്ട് ആരാണ് യഥാർത്ഥത്തിൽ ഇവിടെ വിജയ് എന്നാണ് നമ്മൾ ആത്യന്തികമായിട്ടും ചിന്തിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ലെഫ്റ്റ് ലിബറൽ മീഡിയാസ് അല്ലെങ്കിൽ ഒരു പ്രോ ഇസ്ലാമിസ്റ്റ് മീഡിയാസൊക്കെ ഇത് ഹമാസിൻ്റെ വിജയമാണ്, ഇസ്രായേലിനെ മുട്ടുകുത്തിച്ചു എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള വീരവാദമൊക്കെ മുഴക്കുന്നുണ്ട്. ഓർക്കുക, ഈ 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് നടത്തിയ അതിക്രമങ്ങൾ കണ്ട് ആ വീഡിയോ ദൃശ്യങ്ങളുടെ താഴെ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്കറിയാം, ഈ ഹഹഹ ഇമോജിയൊക്കെ ഇട്ട് കളിച്ച ടീമുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ വീരവാദം മുഴക്കുന്നത്, ഇരവാദമൊക്കെ മുഴക്കുന്നത്. പക്ഷെ നമ്മൾ സൂക്ഷ്മമായിട്ട്, നമ്മൾ നിഷ്പക്ഷമായിട്ട് കൃത്യമായിട്ട് ചിന്തിച്ചു കഴിയുമ്പോൾ ഈ ഒരു നിമിഷം വരെ ഈ മിഡിൽ ഈസ്റ്റിൽ നടന്ന ആ ഒരു ആക്രമണങ്ങൾ അല്ലെങ്കിൽ അവിടെ നടന്ന പോരാട്ടങ്ങൾ, അതിൽ വിജയം കൈവരിച്ചിട്ടുള്ളത് ഇസ്രായേൽ തന്നെയാണ്. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ഒരു പക്ഷേ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെടാൻ സാധ്യതയുണ്ട്. ഈ വടി കൊടുത്ത് അടി മേടിക്കുക എന്ന ആ ഒരു പഴഞ്ചൊല്ല്, അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളായിട്ട് മാറുകയാണ് ഈ ഹമാസ്. തീർച്ചയായിട്ടും വടി കൊടുത്ത്, ഇസ്രായേലിൻ്റെ കയ്യിൽ വടി കൊടുത്ത് നല്ലൊരു അടി തന്നെയാണ് ഇസ്രായേൽ 2 വർഷത്തോളം മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹമാസ് നടത്തിയ ആക്രമണത്തിന് മറുപടിയായിട്ട് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തുന്നു. ഹമാസിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു 90% ഒരു ഇൻഫ്രാസ്ട്രക്ചർ തകർക്കാൻ ഇസ്രായേലിന് സാധിക്കുന്നു. 10,000-കണക്കിന് ഹമാസ് തീവ്രവാദികളെ വകവരുത്താൻ സാധിക്കുന്നു. അവരുടെ സമുന്നതരായിട്ടുള്ള ഭീകര നേതാക്കളെ ഇല്ലാതാക്കാൻ സാധിക്കുന്നു. ഹമാസ് ആരാണ്, ഹമാസിൻ്റെ ഭീകര പ്രവൃത്തികൾ എന്താണ് എന്ന് ലോകത്തിന് മുന്നിൽ കുറെ കൂടി തുറന്നു കാണിക്കാൻ എനിക്ക് തോന്നുന്നു ഈ ഒക്ടോബർ 7, 2023 ശേഷം ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ടെന്നതാണ് വളരെ വലിയ രീതിയിലുള്ള വസ്തുത. ഹമാസ് ചെയ്യുന്ന പൈശാചിക പ്രവൃത്തികൾ, ക്രൂരതകളൊക്കെ. അപ്പോൾ വിജയം ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേലിനാണ്. ഇനി ഈ പീസ് ഡീലിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും എന്ന കാര്യം കൂടി നമ്മൾ ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എനിക്കൊന്ന് റോബിൻ അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. റോബിൻ, നമുക്ക് ഈ പീസ് ഡീൽ നിലവിൽ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു 72 മണിക്കൂറിനുള്ളിൽ തന്നെ ബന്ദികളെ മോചിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു നമുക്ക് ഒരു സംശയം ജനിപ്പിക്കുന്ന സാഹചര്യം തന്നെയാണ്. എങ്കിൽ പോലും മിനിമം ഒരു 20 ജീവനോടെയുള്ള ബന്ദികളെ ഇസ്രായേലിനെ തിരികെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബന്ദികളെ ഇസ്രായേലിൻ്റെ പക്കലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഹമാസിൻ്റെ പക്കലുള്ള ഒരു ബാർഗെയിനിങ് ചിപ്പ് എന്ന് പറയുന്നത് ഈ ബന്ദികളാണ്. അപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നുന്നു ചിലരൊക്കെ ആശങ്ക ഉന്നയിക്കുന്നുണ്ട് ഈ പീസ് ഡീൽ എത്രത്തോളം മുന്നോട്ട് പോകും എന്നൊരു കാര്യം. അപ്പോൾ എന്തായിരിക്കാം ഈ പീസ് ഡീലിൻ്റെ ഒരു ഭാവി, പ്രത്യേകിച്ച് ഈ ബന്ദി കൈമാറ്റത്തിന് ശേഷം? ഇസ്രായേൽ ലോകത്തിന് കൊടുത്ത ഒരു കൃത്യമായ മെസ്സേജ് ഉണ്ട്. അത് ലോകത്തിലെ തീവ്രവാദ മാനസരായിട്ടുള്ള എല്ലാവർക്കും കൊടുത്തൊരു മെസ്സേജ്. നീ തീവ്രവാദം കാണിച്ചു കഴിഞ്ഞാൽ നിന്നോട് ഇടപെടുന്ന രീതി ഇങ്ങനെയായിരിക്കും, നിൻ്റെ അന്ത്യം ഇങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ കൃത്യമായിട്ട്, അത് ഗാസയിലേക്ക് നോക്കി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പാകത്തിൽ തന്നെയാണ് ഇസ്രായേൽ എല്ലാം ചെയ്തു വച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ആദ്യം ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടത്തി ഹോസ്റ്റേജുകളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവർ വിചാരിച്ചത് ഈ ഹോസ്റ്റേജുകൾ വെച്ച് ബാർഗെയിൻ ചെയ്ത്, ഈ ഹോസ്റ്റേജ് ഡീലുകളിലൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്, എത്ര നാണം കെടുത്തുന്ന രീതിയിലാണ് ഇവരതെല്ലാം ചെയ്തു വെച്ചതെന്ന് വെച്ചാൽ അവരുടെ ഒരു മനസ്ഥിതി, ഇസ്രായേലിലെ ജനങ്ങളോടുള്ള, ജൂതന്മാരോടുള്ള മനസ്ഥിതിയായിരുന്നു അത് വ്യക്തമാക്കിയത്. അതേ മനസ്ഥിതി തന്നെയാണ് അവർ ക്രിസ്ത്യാനികളോടും കാണിച്ചത്, ഈ മേഖലയിലുള്ള ക്രിസ്ത്യാനികളോട് കാണിച്ചത്. അപ്പം വളരെ കൃത്യമായിട്ട് തീവ്രവാദികൾക്ക് കൊടുത്ത മറുപടിയാണ് ഗാസയിൽ കണ്ടത് എന്നുള്ളതാണ്.
ഇപ്പോൾ അവസാനം ഈ പീസ് ഡീലിലേക്ക് എത്തുമ്പോൾ ഗാസയിൽ ഇനി എന്തുമാണ് ബാക്കിയുള്ളത്? വിജയിച്ചു എന്ന് പറയാൻ പാകത്തിൽ ഗാസയിൽ ഇനി എന്താണ് ബാക്കിയുള്ളത്? ഗാസയിലെ ജനങ്ങൾ ഒന്നുമില്ലാത്തവരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സമയത്ത് ഇപ്പോൾ ഇമോജിയൊക്കെ ഇട്ട് ചിരിച്ചു എന്ന് പറയുന്ന പോലെ അവിടേക്ക് ആളുകളെ, ഹോസ്റ്റേജുകളെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ആർത്ത് അട്ടഹസിച്ചവർ, ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയെന്ന് പറഞ്ഞപ്പോൾ ആർത്ത് അട്ടഹസിച്ചവർ ഭൂരിഭാഗവും ഇന്ന് ഈ ലോകത്തിലില്ല. ബാക്കിയുള്ളവർ തേരാപ്പാര അതിലെ നടക്കുകയാണ്, ഒന്നുമില്ലാതെ. എല്ലാവരും കാറിയും കൂവിയാണ് അതിലെ നടക്കുന്നത്. ഇതിനപ്പുറത്ത് ഈ മനുഷ്യരെന്താണ് നേടിയത്? തീവ്രവാദം കൊണ്ട് ഇത് മാത്രമേ നേടാൻ കഴിയുകയുള്ളൂ എന്ന് ലോകത്തിന് വളരെ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തതാണ്. നെതന്യാഹു തന്നെ പറയുകയുണ്ടായി, പല രാജ്യത്തിൻ്റെ തലവന്മാരും രഹസ്യമായിട്ട് ഇതിനെ അഭിനന്ദിക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം അത് വളരെ കറക്റ്റാണ്. പല ആളുകളും ഇവരുടെ ഈ തീവ്രവാദം കാരണം എന്തോരം ബുദ്ധിമുട്ടുന്നുണ്ടോ എന്ന്, ഈ ഗൾഫ് രാജ്യങ്ങൾ പോലും എന്തോരം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീവ്രവാദം കാണിക്കുന്നവൻ്റെ അന്ത്യം ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമായി ലോകത്തിന് മുൻപിൽ തെളിഞ്ഞു നിൽക്കുകയാണ് ഗാസ എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഏറ്റവും ആദ്യം ഇതിനുള്ളിൽ പറയാൻ കഴിയുന്നത്. രണ്ടാമത്, ഈ പീസ് ഡീലിലേക്ക് എത്തുമ്പോൾ ഈ ഹമാസ് എന്ന് പറയുന്ന, പലസ്തീൻ എന്ന് പറയുന്ന ജനത ഒരു 10,000 പ്രാവശ്യമല്ല, അവരുടെ ജീവിതം മുഴുവൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കുക എന്ന് പറയും. ഇന്ന് അവർക്ക് ഹമാസും വേണ്ട, ആരും വേണ്ട, സമാധാനമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളത്. എന്നുവെച്ചാൽ അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് എത്താൻ ഇത്രയും സംഭവവികാസങ്ങൾ നടക്കേണ്ടി വന്നു എന്നുള്ളതാണ്. സിറിയയിലെ അവസ്ഥ നമുക്കറിയാം. സിറിയ ഒന്നുമില്ലാതെ ഇന്ന് അതപ്പതിച്ച് ഒരു രാജ്യം പോലും അത് ആണെന്ന് പറയാൻ പാകത്തിലല്ലാത്ത രീതിയിലാണ് സിറിയ ഇന്ന് നടക്കുന്നത്. തീവ്രവാദം കാരണമാണ് അവിടെ മുഴുവൻ തീവ്രവാദം വരുന്നത്. ഹിസ്ബുള്ളയുടെ അവസ്ഥ ഇന്നത്തെ ഒരു കാലത്ത് വലിയ പ്രതാപമായിട്ട് നിന്ന ഹിസ്ബുള്ളയുടെ അവസ്ഥ ഇന്ന് എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് തീവ്രവാദത്തിനെതിരെ പ്രവർത്തിച്ചു. അവസാനം ഇസ്രായേലിനെ വളരെ, ഈ ഡീലിനെ കുറിച്ച് പറയും, വളരെ നൈസായി ഇസ്രായേലിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരി അമേരിക്ക എടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും ഇന്ന് ഈജിപ്ത്, ഖത്തർ, അതുപോലെ തന്നെ UAE, ഈ രാജ്യങ്ങളെല്ലാമാണ്, ഈവൻ അമേരിക്ക ഇതേണ്ട അമേരിക്കയുടെ ബേസ് ഇപ്പോൾ അവിടെ കൊണ്ട് സ്ഥാപിക്കാൻ പോവുകയാണ്. അമേരിക്കൻ്റെ സൈനികരും മോണിറ്ററിങ് സിസ്റ്റം, ഈ ബ്രിട്ടൻ്റെ പഴയ പ്രധാനമന്ത്രി മറ്റേ ടോണി ബ്ലെയർ, ഇന്നും രാഷ്ട്രീയ ഭൂമികയിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ടോണി ബ്ലെയർ എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് വളരെ കൃത്യമായ ഗ്രാഹ്യമുള്ള ആൾ. ഇനി അവരെല്ലാവരും കൂടെയാണ് ഈ ഗാസയെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഗാസയിലെന്ന സമയം എന്ന് വെച്ചാൽ അതിനുള്ളിൽ ആ സജഷൻ്റെ ഉള്ളിൽ തന്നെ പറയുന്നുണ്ട്, ആ നിർദ്ദേശങ്ങളുടെ ഉള്ളിൽ തന്നെ പറയുന്നുണ്ട്, ഈ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റികൾ എല്ലാം തകർത്ത് തരിപ്പണമാക്കണം ഹമാസിൻ്റെ. നിനക്ക് തീവ്രവാദം നടത്താൻ അവിടെ ആഗ്രഹമുണ്ടോ, നീ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പൊക്കോളുക, നിനക്ക് സേഫ് ആയിട്ടുള്ള പാസേജ് ഒരുക്കി തരും. പക്ഷേ അവിടെയും കൃത്യമായ മെസ്സേജ് ഇസ്രായേൽ കൊടുത്തു, ഖത്തറിൽ കൊണ്ടേ ബോംബിട്ടിട്ട് നീ എവിടെ പോയി ഇരുന്നാലും അവിടെ ബോംബ് വീഴുന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോൾ തീവ്രവാദം ഇനി കാണിക്കണം എന്നുണ്ടെങ്കിൽ നീ ഏതെങ്കിലും രാജ്യത്തേക്ക് പൊക്കോളുക, പക്ഷേ അതിന് ഓൾറെഡി മെസ്സേജ് ഉണ്ട്, നീ അവിടെ പോയിരുന്നാലും നീ സുരക്ഷിതനല്ല എന്നുള്ളത്, അത് ഏത് രാജ്യത്തിരുന്നാലും. രണ്ടാമത്തേത്, ഇനി നിനക്ക് സമാധാനമായിട്ട് ജീവിക്കണോ, ആയുധം താഴെ വയ്ക്കുക, അവിടെ സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഫെസിലിറ്റികൾ കൊടുക്കും. ആ ഫെസിലിറ്റികൾ ഒരുക്കുമ്പോൾ ആരാണ് മോണിറ്റർ ചെയ്യുന്നത്? അമേരിക്ക മോണിറ്റർ ചെയ്യും നിന്നെ. ടോണി ബ്ലെയറിൻ്റെ നേതൃത്വത്തിൽ അമേരിക്ക നിന്നെ മോണിറ്റർ ചെയ്യും, നീ മര്യാദയ്ക്കാണോ ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ അവർ തീർപ്പാക്കും. ഇനി ഇസ്രായേലിൻ്റെ ഇതൊന്നും. ഇനി ഏറ്റവും ആത്യന്തികമായി ഇതിൻ്റെ ഉള്ളിൽ മറ്റൊരു വശം കൂടി ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പലരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അമേരിക്കയുടെ എയർ ടാങ്കറുകളടക്കമുള്ള പല യുദ്ധവിമാനങ്ങളടക്കമുള്ള എക്യുപ്മെൻറ്റുകളടക്കമുള്ള കാര്യങ്ങൾ ഈ മേഖലയിലേക്ക്, മിഡിൽ ഈസ്റ്റിലേക്ക് വ്യാപകമായി ഇപ്പോൾ വിന്യസിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പലരും പറയുന്ന ഒരു കാര്യം, അധികം താമസിക്കാതെ ഒരു ഇസ്രായേൽ-ഇറാൻ യുദ്ധത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരാനാണോ ഒരു പക്ഷേ ഇസ്രായേലിനെ ഇതിൻ്റെ ഉള്ളിൽ നിന്നും, ഗാസയിൽ നിന്നും മാറ്റി അമേരിക്ക ഇങ്ങോട്ട് മാറ്റിയെടുത്തത് എന്നുള്ള ഒരു ചർച്ച കൂടി ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് നേരിട്ട് ഇപ്പോൾ ഇറാനുമായിട്ട്, നേരത്തെ ആദ്യം യുദ്ധം നടത്തിയതുപോലെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു, അമേരിക്ക ഏറ്റവും അവസാനം ഒരു പീസ് ഡീലിലൂടെ ഇത് കാര്യങ്ങൾ തീർപ്പാക്കുന്ന രീതിയിലേക്ക് പോകുന്ന പോലെ തന്നെ മറ്റൊരാക്രമണം കൂടി ഇറാനിലേക്ക് നടത്താനുള്ള സാധ്യത. കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഈ മേഖലയിലെ ഏറ്റവും വലിയ ത്രെട്ടുകളിലൊന്ന് ഇറാനാണ്. കാരണം ഇറാൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ് അമേരിക്കയെ സംബന്ധിച്ച്. അമേരിക്കൻ അപ്രമാദിത്തെ സംബന്ധിച്ച്, ലോകത്തിലെ അപ്രമാദിത്തെ സംബന്ധിച്ച് ഇറാൻ്റെ ഈ സ്ട്രാറ്റജിക് പോയിൻ്റ് വളരെ ക്രൂഷ്യലാണ്. ഒന്ന് യുറേഷ്യയുടെ കൺട്രോൾ എന്ന് പറയുന്നത്, ഇപ്പം ഇന്ത്യയും ചൈനയും റഷ്യയും അത് കഴിഞ്ഞ് ഇറാനും കൂടെ വന്നു കഴിഞ്ഞാൽ, കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ മേഖലയിലേക്ക് അമേരിക്കയ്ക്ക് ഇൻട്രൂഡ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിനെ കൺട്രോൾ ചെയ്യാനാണെങ്കിൽ പോലും ഇറാൻ്റെ ഈ സ്ട്രാറ്റജിക് പോയിൻ്റ് വളരെ ക്രൂഷ്യലായിട്ട് നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനിൽ ഒരു
റെജീം ചേഞ്ച് ഉണ്ടാകുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആത്യന്തികമായിട്ട് ഇസ്രായേൽ ഈ ഹമാസിനെ ആക്രമിക്കുമ്പോഴും ഹൂത്തികളെ ആക്രമിക്കുമ്പോഴും ഈ ഹിസ്ബുള്ളയെ ഇവിടെ എല്ലാ ആക്രമണം നടത്തുമ്പോഴും അമേരിക്ക കണ്ണു വെച്ചേക്കുന്നത് കറക്റ്റ് ഇറാൻ്റെ മുകളിൽ തന്നെയാണ് എന്ന് തോന്നുന്നത്. അപ്പോൾ അമേരിക്ക നേരിട്ട് ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ ബേസുകളെല്ലാം ഈ മേഖലകളിലുണ്ട്. സൗദി അറേബ്യ, ഇവിടെയുള്ള ഓയിൽ ഡീപ്പോട്ടുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അവിടേക്ക് ഇറാൻ ആക്രമണം നടത്താൻ എളുപ്പമാണ്. അവിടേക്ക് ആക്രമണം നടത്തി അത് വലിയൊരു ക്രൈസിസിലേക്ക് പോകും. അതുപോലെ തന്നെ ഇവിടെ ഈ പേർഷ്യൻ ഗൾഫ് അടക്കമുള്ള അവിടെ ഇറാൻ ഏതെങ്കിലും രീതിയിൽ സൈനിക നടപടി സ്വീകരിച്ച് അതെല്ലാം ലോക സാമ്പത്തിക മേഖലയ്ക്ക് വളരെ വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കും. പക്ഷേ അതേസമയം ഇസ്രായേൽ അവിടെ നിന്ന് ഇറാനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാന് ഇങ്ങോട്ടൊന്നും ഇടപെടാൻ കഴിയില്ല, ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ആക്രമിച്ച് ഇറാനെ തീർക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് ആണോ ഈ ഒരു പീസ് ഡീൽ പോകുന്നത് എന്നുകൂടി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. കറക്റ്റാണ്. ഈ സോക്കോൾഡ് ഈ പ്രോ ഇസ്ലാമിസ്റ്റ് മാധ്യമങ്ങൾ ഇതിനെ വാഴ്ത്തിപ്പാടുന്ന ഒരു വാചകമുണ്ട്. അതായത് ഈ അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള രക്തസാക്ഷികളുടെ പോരാട്ട വിജയം. എനിക്കൊന്ന് ഇവരത് ഒന്നെങ്കിൽ ബോധമില്ല അല്ലെങ്കിൽ ബോധമില്ലാതെ അഭിനയിക്കുകയാണ്. ഈ ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗാസയെ ഒരു വിജന പ്രദേശമാക്കുക, ജനവിമുക്തമാക്കുക എന്നതല്ലായിരുന്നു. നമുക്കറിയാം ഹമാസ് വിമുക്തമാക്കുക എന്നതായിരുന്നു. അതിൽ അതിനിർണായകമായിട്ടുള്ളൊരു ചുവടുവെപ്പ് ഒരു ഘട്ടം ഇസ്രായേൽ വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒരു 80% എനിക്ക് 90% ഹമാസിൻ്റെ എല്ലാ വസ്തുവകകളും, ഇൻഫ്രാസ്ട്രക്ചർ, അവരുടെ ഹ്യൂമൻ റിസോഴ്സ് എല്ലാം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. അപ്പോൾ ഒരു കൃത്യമായിട്ട് ഒരു വിജയം നേടി തന്നെയാണ് ഈ പീസ് ഡീൽ അനുസരിച്ച് ഇപ്പോൾ IDF ഒരു പ്രത്യേക മേഖലയിലേക്ക് മാറുന്നത്. ഇനി ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു വയലേഷൻ, ഇപ്പോൾ ബന്ദി മോചനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ഇസ്രായേൽ തിരിച്ചടിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ജോൺ, നമുക്ക് ഈ ഒരു പീസ് ഡീൽ എത്രത്തോളം ഒരു സമാധാനത്തെ സംബന്ധിച്ച്, ആ മിഡിൽ ഈസ്റ്റിൻ്റെ സമാധാനത്തെ സംബന്ധിച്ച് എത്രത്തോളം ഒരു ശുഭ പ്രതീക്ഷ നമുക്ക് നൽകുന്നു, ഒരു ശാശ്വതമായിട്ട് നിലനിൽക്കാൻ സാധ്യതയുണ്ട്? ആദ്യം തന്നെ ഒന്ന് പറഞ്ഞോളട്ടെ, നേരത്തെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് പോരാളികൾ, രക്തസാക്ഷികൾ, അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി അവരിലുള്ള ആൾക്കാരെ റേപ്പ് ചെയ്ത് മർഡർ ചെയ്തിട്ട് അവരെ രക്തസാക്ഷികൾ എന്ന് വിളിക്കുന്നതിൻ്റെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. രക്തസാക്ഷികൾ എന്നല്ല വിളിക്കുന്നത്, അവരെ ഘാതകർ, അവരെ അങ്ങനെയുള്ള കൊല്ലുക, നശിപ്പിക്കുക, മോഷ്ടിക്കുക എന്ന് പറയുന്ന അതേ ഒരു യൂസേജാണ് അവിടെ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ വിളിക്കാനേ സാധിക്കുള്ളൂ. ഇപ്പോൾ തീവ്രവാദികൾ എന്ന പേരാണ് ഏറ്റവും അതിന് ചേരുന്നതെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഈ കുറച്ച് നാളുകളായിട്ട് തന്നെ ഈ ഒരു പീസ് ഡീലിൻ്റെ ഒരു ആരംഭ ദശയോടുകൂടി തന്നെ പല സ്ഥലങ്ങളിലും, യൂറോപ്പ് ഉൾപ്പെടെ മറ്റ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ പാലസ്തീന് വേണ്ടിയിട്ടുള്ളൊരു മുദ്രാവാക്യം വളരെ കുറവാണ്. അപ്പോൾ പീസ് ഡീൽ വരുമ്പോൾ സാധാരണ അവർ സന്തോഷിക്കല്ല വേണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സന്തോഷിക്കൽ ഇപ്പോൾ കാണുന്നില്ല ശരിക്കും സന്തോഷിക്കേണ്ട സ്ഥലത്ത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. നമുക്കറിയാം ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് എന്നൊരു ഭാഗം പുരാതന ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ ആ കാലഘട്ടം തൊട്ട് ഇന്ന് വരെ എപ്പോഴും ഒരു ബാറ്റിൽ ഗ്രൗണ്ടാണ്. എപ്പോൾ നോക്കിയാലും ഒരു ബാറ്റിൽ ഗ്രൗണ്ടാണ്. നമുക്കറിയാം ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ഈ 2600 അല്ലെങ്കിൽ 3000-4000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നബൂഖദ്നേസർ രാജാവ്, പേർഷ്യ, ഈജിപ്ത്, അതുപോലെയുള്ള മിക്ക സാമ്രാജ്യങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ലോകത്തിലെ ഏറ്റവും സമുന്നതമായ 3 റിലീജിയൻ, ജ്യൂസ്, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം തുടങ്ങിയ അങ്ങനെ റിലീജിയൻ്റെ ഒക്കെ ഒരു ഈറ്റിലുമാണ് ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ ഈ മിഡിൽ ഈസ്റ്റ് എന്നുള്ള പ്രദേശം. അപ്പോൾ ആ രാജ്യത്ത് എപ്പോഴും യുദ്ധങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് എന്ന് ഞാൻ പറയും. ഇപ്പോൾ ഓട്ടോമൻ ഹിസ്റ്ററി നമുക്കറിയാം. അത് തുടർന്നുള്ള പിന്നെയുള്ള ഹിസ്റ്ററി, ഇപ്പോൾ ഇസ്രായേൽ, ഹമാസ്, ഹിസ്ബുള്ള, യഹൂദി, അങ്ങനെയുള്ള ഒരു ചുറ്റുവട്ടത്തിലുള്ള വിഭാഗങ്ങൾ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഒരു റിസർച്ചായിട്ട് വേണമെങ്കിൽ നമുക്ക് നടത്താൻ എനിക്ക് തോന്നുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഈ മിഡിൽ ഈസ്റ്റ് എന്ന പ്രദേശത്ത് മറ്റ് പ്രദേശങ്ങളിലേക്കാൾ കൂടുതൽ ചരിത്ര പുരാതനമായ കാലഘട്ടം തൊട്ട് എന്തുകൊണ്ടാണ് അവിടെ യുദ്ധങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഉത്തരം നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എങ്കിലും ഈ പറയുന്ന പീസ് ഡീലിനൊക്കെ അനുബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല മിഡിൽ ഈസ്റ്റ് ഒരിക്കലും വീണ്ടും ഒരു സമാധാനം ഉണ്ടാകാൻ ഈ ഒരു പീസ് ഡീൽ മാത്രം കൊണ്ട് സാധ്യമാകുമെങ്കിൽ തോന്നുന്നില്ല. തീവ്രവാദം മാറിയാൽ മാത്രമാണ് അവിടെ ഒരു സമ്പൂർണ്ണമായൊരു സമാധാനം മിഡിൽ ഈസ്റ്റ് എന്ന ഭാഗത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഹമാസാണ് ഇപ്പോൾ പീസ് ഡീൽ, അതായത് ഹമാസ് എന്നുള്ളൊരു തീവ്രവാദികൾ മാത്രമാണ് ഇപ്പോൾ ആയിട്ടുള്ളൂ. അതുകൂടാതെ മറ്റനേകം തീവ്രവാദികൾ ഈ പറയുന്ന ഇസ്രായേൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് എന്ന ഭാഗത്ത് പരിസരത്ത് പല ഭാഗത്തുണ്ട്. കൂടുതലായിട്ട് ഇവ നമ്മൾ പറയുന്നില്ലേ, ഇസ്ലാമിക തീവ്രവാദം ഒരു ക്യാൻസർ എന്ന് പറയുന്ന പോലെ അത് പെറ്റുപെരുക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ പീസ് ഡീൽ നടത്തിയതിന് ആഘോഷിച്ചൊരു വീഡിയോ ഞാൻ ഈ പറയുന്ന നമ്മുടെ എക്സിൽ കണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഈ എപ്പോഴും ഈ ജൂതവിരോധം നിറയ്ക്കുന്ന വീടുകളാണ്. ജൂതന്മാരെ കൊല്ലണം എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് അപ്പോഴും ഈ പറയുന്ന ഈ പാലസ്തീൻ എന്ന് പറയാൻ പറ്റില്ല, ഗ്യാസയിലുള്ള പല ആളുകളും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളടങ്ങിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് ഈ ആൻറ്റിസെമിറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൻറ്റി ജുദായിക് ആയിട്ടുള്ള ഈ ഒരു ചിന്ത മാറിപ്പോകാൻ വളരെ സമയമെടുക്കുമെന്നാണ് തോന്നുന്നത്. അത് മാറിയാൽ മാത്രമാണ് ഈ പറയുന്ന ഈ ഒരു പക്ഷേ മിഡിൽ ഈസ്റ്റിൽ ഒരു സമാധാനം നിലനിൽക്കുകയുള്ളൂ. അല്ലാത്തുള്ള സമാധാനം എന്ന് പറഞ്ഞാൽ വാക്കിലും
അല്ലെങ്കിൽ ഈ പറയുന്ന ചിന്തയിലുമുള്ള ഒരു സമാധാനം മാത്രമായിരിക്കും. പ്രവൃത്തിയിലുള്ള സമാധാനം ഉണ്ടാകുക വളരെ ബുദ്ധിമുട്ടാണ്. അതല്ലെങ്കിൽ ഈ പറയുന്ന തീവ്രവാദം, പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദം, അതിൻ്റെ വേരോടുകൂടെ നശിപ്പിച്ചാൽ മാത്രമാണ് ഈ പറയുന്ന ഈ മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ ഒരു സമാധാനം ഉൾകുകയുള്ളൂ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇനി ഇത് പറയുന്ന മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല, നമുക്കറിയാം ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ പേരുകൾ ആഫ്രിക്കൻ വൻകരയിൽ, അതുപോലെ തന്നെ അമേരിക്കയിൽ, യൂറോപ്പിലാകമാനം, ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പല സ്ഥലങ്ങളിലും വേര് പാകിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവരെയൊക്കെ ആകമാനം നശിപ്പിക്കാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വേരോടെ മുറിച്ച് എടുത്തു മാറ്റാന്ന് വെച്ചാൽ നശിപ്പിക്കില്ല, സാധിക്കില്ല. ഒരു സ്ഥലത്ത് അത് മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ കുറയുകയാണെങ്കിൽ ആഫ്രിക്കയിൽ ഇത് കൂടിക്കൊണ്ടിരിക്കും. നമുക്കറിയാം ആഫ്രിക്കയിൽ പല കോങ്കോ, നൈജീരിയ, അങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ന്യൂയോർക്ക് ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ, ഈ യൂറോപ്പിൻ്റെ പല രാജ്യങ്ങൾ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾ, ഇവരൊക്കെ കയറി പറ്റുന്ന എങ്ങനെയാണെന്നുള്ളൊരു കാര്യമാണ് ഒന്നും കൂടി മനസ്സിലാക്കുന്നത്. സെക്യുലറിസം ആണ് അവിടെ വന്നത്. അതായത് ഈ ദൈവവിശ്വാസം, അതായത് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഭൂരിഭാഗവും ക്രിസ്തു വിശ്വാസത്തിൽ ഊന്നിയ രാജ്യങ്ങളായിരുന്നു. ആ സമയത്ത് അവർ സമാധാനത്തോടും സന്തോഷത്തോടും ലോകത്ത് ഉന്നത രാജ്യങ്ങളായിട്ട് ജ്വലിച്ചിരുന്ന രാജ്യങ്ങളായിരുന്നു. എവിടെ ക്രിസ്തു വിശ്വാസം മാറി അവിടെ ലിബർട്ടി, ഫ്രറ്റേണിറ്റി, ഇക്വാലിറ്റി എന്ന് പറഞ്ഞ ചിന്ത മുദ്രാവാക്യങ്ങളൊക്കെ വന്നു, തെറ്റായ രീതിയിൽ വന്നപ്പോൾ അത് സെക്യുലറിസത്തിന്റെ വഴി കൂടെ വന്നു. ആ സെക്യുലറിസത്തിന് മറ പറ്റുന്ന സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ മതനിരാസം, അതായത് ക്രിസ്ത്യാനികൾ ക്രൈസ്തവ വിശ്വാസം വേണ്ട എന്നുള്ളൊരു ചിന്താഗതി വരും. അതിന്റെ പിന്നിൽ കൂടെ ഈ പറയുന്ന മത തീവ്രവാദം, ഇസ്ലാമിക മത തീവ്രവാദം കയറി പറ്റി. അങ്ങനെയാണ് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഇസ്ലാമിക മത തീവ്രവാദം കയറി പറ്റുകയും അനേകം ഈ പറയുന്ന വൈറ്റ് പീപ്പിൾ ഉൾപ്പെടെ അനേകം പേര് ഈ പറയുന്ന പാലസ്തീൻ അതുപോലെയുള്ള ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടി കുടിയുയർത്തി. നമുക്കറിയാം പല ഇസ്ലാമിക തീവ്രവാദികളും ഈ വൈറ്റ് പീപ്പിളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന വാഷിങ്ടൺ DC-യിലെ സെൻറ്റ് മാത്യൂസ് കത്തീഡ്രലിൽ വെച്ചിട്ട് ഒരാൾ ഇങ്ങനെ ബോംബ് പറയുന്ന കുറേ സ്ഫോട വസ്തുക്കളൊക്കെ കയറി, അതായത് കത്തോലിക്ക വിരുദ്ധം, യഹൂദന്മാർക്കെതിരെ, അതുപോലെ തന്നെ IC, അതായത് ഈ അമേരിക്കയിലെ ഈ ഇമിഗ്രൻസ് എൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞൊരു, അവർക്കൊക്കെ എതിരായിട്ടുള്ളൊരു, അത് അമേരിക്കയിലുള്ള ആളാണെന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ അവരുടെ തലയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടു. അപ്പം അങ്ങനെ ഇരിക്കെ ഈ മിഡിൽ ഈസ്റ്റ് എന്നൊരു, ഒരു പക്ഷേ ഞാൻ പറയാം, ഈ മിഡിൽ ഈസ്റ്റ് ആയിരിക്കാം ഈ പറയുന്ന ഇങ്ങനെയുള്ളൊരു ബ്രെയിൻ വാഷ്, ഈ പറയുന്ന ലോകമൊട്ടാകെ ഈ തീവ്രവാദികളെ എങ്ങനെ ബ്രെയിൻ വാഷ് എടുക്കണതിൽ മുഖ്യധാര നടത്തിയിരുന്നത്, അല്ലെങ്കിൽ മുഖ്യധാര അവിശ്രാന്തം പണിയെടുത്തിരുന്നത് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് എന്നുള്ളൊരു ഭാഗത്തു നിന്നായിരിക്കാം. അപ്പോൾ അവിടെയൊക്കെ ഒരു പെട്ടെന്നൊക്കെ ഒരു യുദ്ധം അവസാനിക്കുക, യുദ്ധം ഇല്ലാതാക്കി ഒരു സമ്പൂർണ്ണ സമാധാനം ഉണ്ടാകുക എന്ന് വെച്ചാൽ ഒരു പക്ഷേ അത്രത്തോളം അതിശക്തനായ ഒരു രാജാവ്, അതായത് സമാധാനം ആഗ്രഹിക്കുന്ന അതിശക്തനായ രാജാവോ അല്ലെങ്കിൽ അതിശക്തമായ ഭരണകൂടമോ അങ്ങനെ വന്നാൽ, കാലാകാലങ്ങളിലേക്ക് വന്നാൽ മാത്രമാണ് ഇതിനൊക്കെ ഈ പറയുന്ന ഇതുപോലെയുള്ള ക്യാൻസറുകളൊക്കെ അടിച്ചമർത്തി അവിടെയൊക്കെ പീസ്റ്റിൽ വരാൻ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒക്ടോബർ 7-ന് ശേഷം, 2023 ഒക്ടോബർ മാസം 7-ന് ശേഷം പല തിരിച്ചറിവുകളും ഈ ഹമാസ് നടത്തിയ ആക്രമണം അല്ലെങ്കിൽ ഭീകരാക്രമണം ലോകത്തിന് നൽകുന്നുണ്ട്. ഒന്നാമത്തെ വലിയൊരു തിരിച്ചറിവ് എന്ന് പറയുന്നത് ഈ ചോറ് ഇവിടെയും കൂറ് അവിടെയും ആയി നിൽക്കുന്ന വ്യക്തികളുടെ, പ്രസ്ഥാനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് നൽകുന്നുണ്ട്. രണ്ടാമത്തെ തിരിച്ചറിവ് എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്തിൻ്റെ ദേശീയ പതാകയേക്കാൾ പാലസ്തീൻ പതാകയെ പ്രണയിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്ക് നൽകുന്നുണ്ട്. സ്വന്തം രാജ്യത്തിൻ്റെ ദേശീയ പതാക ഇതുവരെ കൈകളിൽ എടുക്കാത്ത പലരും പാലസ്തീൻ പതാക കൈകളിൽ ഏന്തിക്കൊണ്ട് ഫ്രീ പാലസ്തീൻ എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നു. അതിൻ്റെ അജണ്ട ലോകം തിരിച്ചറിയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഒരു മത തീവ്രവാദം എത്രത്തോളം ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അന്ധമാക്കി എന്നൊരു തിരിച്ചറിവ് നൽകുന്നുണ്ട്. അതായത് ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയാൻ സാധിക്കും. അതായത് നമ്മളിപ്പം നൈജീരിയയിലെ ക്രൈസ്തവർ നേരിടുന്ന പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, അതിൽ വേട്ടക്കാരുടെ സ്ഥാനത്ത് നിൽക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികളാണ്. പക്ഷേ എന്ന് വെച്ച് ഏതെങ്കിലും ഒരു ക്രൈസ്തവ വിശ്വാസിയോ അല്ലെങ്കിൽ ക്രൈസ്തവ നേതാവോ ഇസ്ലാം മതത്തെ ഉന്മൂലനം ചെയ്യണം അല്ലെങ്കിൽ ഇസ്ലാം മതസ്ഥരെ ഉന്മൂലനം ചെയ്യണം എന്നൊരു ആഹ്വാനം ഒരിക്കലും നടത്തില്ല, അങ്ങനെ നടത്താൻ പാടില്ല. പക്ഷേ മറു സൈഡിൽ എന്താണ് നടക്കുന്നത്? ജൂത വിരുദ്ധത, ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യണം. ഈ ഫ്രീ പാലസ്തീൻ എന്ന മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഘോരം പ്രസംഗിക്കുന്നവർ, ജീവിതത്തിൽ ജൂതവിരുദ്ധത പ്രസംഗിക്കുന്നവർ, ജീവിതത്തിൽ ഇതുവരെ ഒരു ജൂതനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ല, നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ എങ്ങനെ ഇവരുടെ മനസ്സിൽ ഇത്രത്തോളം ഒരു ജൂത വിരുദ്ധത, ജൂത വിദ്വേഷം ഉള്ളിൽ കടന്ന് കയറി എന്നതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് മത തീവ്രവാദം തന്നെയാണ്. അപ്പോൾ അതൊരു വലിയൊരു തിരിച്ചറിവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് ഈ യൂറോപ്പിലേക്ക് വന്ന അഭയാർത്ഥികൾ, അവരുടെ അജണ്ട എന്താണ് എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക്, ലോകത്തിന് മനസ്സിലാക്കുവാൻ ഈ ഒക്ടോബർ 7-ലെ ഹമാസ് തീവ്രവാദം അല്ലെങ്കിൽ ഹമാസ് ഭീകരാക്രമണം ഇടയാക്കി എന്നത് വളരെ കൃത്യമാണ്.
കാരണം അതിനുശേഷമാണ് ഈ പാലസ്തീൻ പതാകകൾ, ISISന്റെ പതാകകൾ, താലിബാന്റെ പതാകകളൊക്കെ വെച്ചുകൊണ്ട് വീശിക്കൊണ്ട് ഈ പറയുന്ന അഭയാർത്ഥികൾ യൂറോപ്പിൻ്റെ തെരുവുകളെ കലാപകലുഷിതമാക്കിയത്. എനിക്ക് തോന്നുന്നു വേറൊരു അർത്ഥത്തിൽ ഒരു തമാശ രൂപേണ വേണമെങ്കിൽ പറയാൻ സാധിക്കും, ഈ ഹമാസ് ഭീകരർ അന്ന് നടത്തിയ ഒരു ആക്രമണം ലോകത്തെ സംബന്ധിച്ചിടത്തോളം, ലോകത്തിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിട്ടുള്ള തിരിച്ചറിവുകളാണ്. ചിലരുടെ അജണ്ടകൾ, ചിലരുടെ ഉള്ളിലിരിപ്പ് കൃത്യമായിട്ടും തിരിച്ചറിയാൻ ലോകത്തിന് സാധിച്ചു. അതിനാൽ തന്നെ നമുക്ക് ഏറ്റവും കൺക്ലൂഡിംഗ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയുണ്ട്. ശക്തമായിട്ടുള്ള പിന്തുണ ഇസ്രായേലിന് കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് ലോകം കടന്നു. ഹമാസ് ഭീകരതയെ മുച്ചൂടും നശിപ്പിച്ചിട്ട് തന്നെയാണ് സമാധാന ഉടമ്പടി പ്രകാരം ഇപ്പോൾ ഗാസയിലെ ഒരു മേഖലയിൽ നിന്നും ഇസ്രായേലിൻ്റെ പ്രതിരോധ സേന പിൻവാങ്ങുന്നത്. ഈ കഴിഞ്ഞ 2 വർഷക്കാലം നീണ്ടുനിന്ന അവിടുത്തെ സംഘർഷങ്ങൾ ഞങ്ങൾ ഈ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള തിരിച്ചറിവുകൾ ലോകത്തിന് സമ്മാനിക്കുന്നുണ്ട്. ഒരു മത തീവ്രവാദ ശക്തി ഒരു പ്രദേശത്തിൻ്റെ ഭരണം കൈയാളി കഴിഞ്ഞാൽ ആ ഒരു പ്രദേശത്തിന് ആ ഭീകരർ എത്രത്തോളം നാശം സൃഷ്ടിക്കും എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഹമാസ് ഗാസയോട് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹമാസ് ഗാസയോട് പുലർത്തിയ ആ ഒരു മനോഭാവം. തീർച്ചയായിട്ടും മധ്യപൂർവേഷ്യയിൽ സമാധാനം തന്നെ പുലരട്ടെ. ഹമാസ് എന്നേക്കുമായി ഇല്ലാതാകട്ടെ. മത തീവ്രവാദം എന്നേക്കുമായി ഇല്ലാതാകട്ടെ. ബന്ദികളുടെ മോചനം എത്രയും വേഗം സംജാതമാകട്ടെ, പ്രാവർത്തികമാകട്ടെ. ഗാസ ഒരു സമാധാന ഭൂമിയായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നവർ, ഇസ്രായേലിനെതിരെ 4 ദിക്കുകളിൽ നിന്നും ആക്രമണം നടത്തുന്ന മത തീവ്രവാദികളെ ഇതുപോലെ തന്നെ ഹമാസിനെ നിലയ്ക്ക് നിർത്തിയതുപോലെ തന്നെ നിലയ്ക്ക് നിർത്തുവാൻ ഇസ്രായേലിന് വീണ്ടും സാധിക്കട്ടെ എന്ന ആശംസയോടെ, നിലപാടോടെ വീണ്ടും മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.